സുന്നത്ത് മാത്രമല്ല, ഉസ്മാൻ തങ്ങളെ 2ാം ഭാഗവും കടിച്ചു പിടിക്കണോ, ഉമർ തങ്ങളെ 20 റക്അത്ത് തറാവീഹും കടിച്ചു പിടിക്കണോ. ഉമർ ഇബ്നുൽ ഖത്താബ് 20 റക്അത്ത് നിസ്കരിച്ചതിനെയും മുറുക്കി പിടിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ 2ാം ഭാഗവും നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആവുന്നതാണ് മമ്പാട്ടുകാരൻ. അപ്പൊ ഇമാം ഷാഫിയെ നീ എന്ത് പറയും? സമസ്തക്കാരുടെ വെല്ലുവിളിയാണ്. ഞാൻ തെളിവൊന്നും ധരിക്കില്ല, കാരണം ഇതിവിടെ അവസാനിക്കാൻ പാടില്ല. ഇതൊരു വാദപ്രതിവാദത്തിൽ അവസാനിക്കണം. ഇതൊരു വാദപ്രതിവാദത്തിൽ അവസാനിക്കണം. നിങ്ങളെ ചോട്ടാക്കത്തിലല്ല, ഞങ്ങൾ അതിനേക്കാൾ കൊമ്പത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായിക്കോളെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ 2ാം ഭാഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞോ, എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒറ്റ ബാങ്കാണ്. അപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മമ്പാട്ടുകാരാ, നീ എങ്ങനെ വിളിക്കും? അതെന്താ വിഷയം? അതാ പറഞ്ഞ് കാള പറ്റൂന്ന് നിൽക്കുമ്പോൾ കയറെടുക്കരുത്. 2ാം ബാങ്കിനൊരു കാരണമുണ്ട്. ആ കാരണമില്ലെങ്കിൽ 1ാം ബാങ്കിലേക്ക് മടങ്ങലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് തൊട്ട് കാണിച്ചു തരും. അന്ന് എനിക്ക് കിതാബ് തിരിയോ ഇല്ലേ, വായിക്കാൻ അറിയോ ഇല്ലേ എന്നൊക്കെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ചിലപ്പോൾ അക്ഷരത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആശയം തെല്ലും ചോരാതെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഇനി ഇവിടെ തറാവീഹ് മുഹമ്മദ് നബി നിസ്കരിച്ച പോലെ എന്നെന്താ മമ്പാട്ടുകാരൻ പറയാത്ത? എന്താ ദാരിമി പറയാത്ത? അബൂബക്കർ സിദ്ദീഖ് 20 നിസ്കരിച്ച പോലെ എന്താ പറയാത്തത്? നബി ജീവിച്ച കാലത്ത് 20 ഇല്ലാന്നോ? ആണോ എങ്കിൽ അത് പറ. അബൂബക്കർ സിദ്ദീഖ് 20 നിസ്കരിച്ചിട്ടുള്ള 11 ആണോ എങ്കിൽ അത് പറ. 2013 ഹദീസ് ഇമാം ബുഖാരിയില് എന്താ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നബിയുടെ തറാവീഹ് നിസ്കാരം, രാത്രി നിസ്കാരം എങ്ങനെയാ? മകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ 11 റക്അത്ത്. റമളാനിലോ അല്ലാത്തോ തീർന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽ-ഉമ്മിന്റെ 311 ആണോ 313 ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ഓർമ്മക്ക് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അതിൽ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് ഉബയ്യ് ഇബ്നു അമറ ഉമർ ഇബ്നുൽ ഖത്താബ് ഉബയ്യ് ഇബ്നു കഅബ് വതമീം ഉദ്ദാരി എന്ന് പറയാണ് അയ്യകുമാലിന്നാസി അലാ 11 റക്അത്തൻ അലാ 11 റക്അത്തൻ. ലോകത്ത് ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥരൂപത്തിൽ ലോകത്തിൽ വന്ന ഒന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയുന്നു 11. ഞങ്ങൾ ആ 11നെ സ്നേഹിക്കുന്നു. അതിൽ കൂടുതൽ നിസ്കരിക്കുന്നവരെ ഞങ്ങളിവിടെ തെറി പറഞ്ഞു നടക്കണില്ല. കാരണം എണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മിരുത്തം വന്ന ഉലമാക്കൾക്കിടയിൽ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ ഈ മഹാനായ 82 വ്യാഖ്യാനം ഇമാം ബുഖാരിക്ക് 82 വ്യാഖ്യാനങ്ങളിൽ അതിലേറ്റവും ശ്രദ്ധേയം ഫത്ഹുൽ ബാരി ആണ്. അതിൽ അദ്ദേഹം പറയുന്നത് 20 റക്അത്ത് 21 റക്അത്ത് അല്ലെ 20-ലധികം റക്അത്ത്. ആ റക്അത്തിനെ കുറിച്ച് പറയുന്നത് ബിഇസ്നാദിൻ ലഈഫിൻ, അതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാ പറഞ്ഞത്. മറ്റതൊക്കെ 10 മാറ്റ് പോലെ ഹദീസാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റൂട്ട് തെറ്റിയിട്ടില്ല. മോനെ അടുത്ത ക്ലിപ്പിട്ടെ. അപ്പൊ അള്ളാന്റെ ചോദ്യമാണ്, അള്ളയാണ് ചോദിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, കെ ഉമർ മൗലവി സാഹിബ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതനല്ല. അവലൗകാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ വിവരമില്ലാത്തവരും അവരുടെ പിതാക്കന്മാർ ഹിദായത്ത് ലഭിക്കാത്തവരുമാണെങ്കിലും അവർ അങ്ങനെ തന്നെയാണോ പറയുന്നത്? അതാണ് പ്രശ്നം. അവിടെയാണ് ബാപ്പപ്പാരെ സ്വീകരിച്ചതല്ല പ്രശ്നം, പക്ഷേ സ്വീകരിക്കപ്പെട്ട ബാപ്പപ്പാര ഇനി യോഗ്യരല്ല. വിനീതമായി ഞങ്ങളോട് പറയണേ. അപ്പം മമ്പാട് സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കണം. സൂറത്ത്
മാഇദ 5-ാം അധ്യായം 104-ാമത്തെ വചനം ഞാൻ ഉദ്ധരിച്ചു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും റസൂലിൻ്റെ ചര്യയിലേക്കും വരുമെന്ന് പറയപ്പെട്ടാൽ ഞങ്ങളുടെ വാപ്പാര് കാക്കകാരണന്മാരും ചെയ്ത് മതി ഞങ്ങൾക്ക് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട് എന്നാ അള്ള പറയുന്നത്. അതിന് മമ്പാട് പറയുന്നത് ഞങ്ങളല്ല, നാം മമ്പാട് അറിയാതെ. അതാണ് അള്ളാൻ്റെ കളി. അള്ള ഹിദായത്ത് കൊടുക്കാൻ ഒരു നാട്ടിലെ ചില ആളുകൾക്ക് തീരുമാനിച്ചാൽ ഒരു മമ്പാട്ടുകാരനും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മമ്പാട്ടുകാരൻ പറയുന്നത് അറിയോ, ഞങ്ങളുടെ പാരമ്പര്യം, മമ്പാട്ടുകാരൻ്റെ പാരമ്പര്യം ശരിക്കും ശ്രദ്ധിച്ചോളി. കേരളത്തിലെ സമസ്തക്കാരുടെ പാരമ്പര്യം 9-ാം നൂറ്റാണ്ട് മുതലാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഞങ്ങൾ സ്വീകരിക്കൂല. 1-ാം നൂറ്റാണ്ടിലെ നബിയെയും സാബ് ഇവൻ ഇവിടെ വന്നിട്ട് പച്ച മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്. നിങ്ങളൊക്കെ അങ്ങനെ കേട്ടുപോകും. മുജാഹിദ് ബാദ്ശാഹ് നന്നായി കളിയാക്കുന്നുണ്ടില്ലേ, നിങ്ങൾ അത്രേ ചിന്തിച്ചുള്ളൂ. ഞാൻ കേൾക്കണതേ ആ കേൾവിയുടെ ശൈലി ഒന്ന് വേറെയാ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആരും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇവൻ എന്താ പറയുന്നറിയോ, മൊയ്തീമാല ഇറങ്ങിയത് മുതലുള്ള ഉമ്മ, മൊയ്തീമാല വായിച്ച ഉമ്മ, ആ ഉമ്മാന്റെ പാരമ്പര്യം ഞങ്ങൾ. എന്നിട്ടോ പറയുന്നതറിയോ, പ്രഥമ പാരമ്പര്യം അതാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടതെന്ന്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ളവരെ ഒഴിവാക്കണമെന്ന്. അവരെ പറ്റിയാണ് അള്ള പറയുന്നത് വിവരമില്ലാത്തവരാണ്. ആര്? മുത്തുനബി, സഹാബത്ത്. എനിക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്നെ നാവുകൊണ്ട് എന്നോ ഞാൻ കൊന്നേനെ. ആ ക്ലിപ്പ് പൂർണ്ണ ഇഷ്ടമേ. എന്താ മോനെ? എനിക്കും നിങ്ങൾക്കും ഒരു ബാപ്പപ്പാരുണ്ട്. അതാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകണമെന്നാണ്, വിശ്വാസികളായ പിതാവിലേക്ക് പോകണമെന്നാണ്, ഈമാനുള്ള തറവാട്ടിലേക്ക് മടങ്ങണമെന്നാണ്. അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം എഴുതി അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടുതൊട്ടിലിന്റെ കയറ് പിടിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ മുഹീദ്ദീമാല പാടിയ ഉമ്മ, ആ ഉമ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ടു പാട്ടുപാടി കലിമയുടെ വെളിച്ചം തന്ന പ്രഥമ കണ്ണി. ആ ഉമ്മന്റെ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അതെ, അതിന്റെ മുമ്പുള്ള ചില വാപ്പപ്പാരുണ്ട്, അവരിലേക്കല്ല. മതി, ഈ ഒരൊറ്റ ക്ലിപ്പ് മതി നമുക്ക് സമസ്ത എന്താന്ന് മനസ്സിലാക്കാൻ. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എങ്കിലും ഞാൻ പറഞ്ഞതാണ് സത്യം. ഒരൊറ്റ കുട്ടിക്ക് തലച്ചോറില്ല, സകലവും പെരിച്ചായിരുന്നു. ഓൻ എന്താ പറഞ്ഞേ? മൊയ്തീമാല ചെല്ലിയ ഉമ്മയാണ് നമ്മുടെ പ്രഥമ പിൻപറ്റേണ്ട ആള്. അതിന് മുമ്പ് ചില വാപ്പാരുണ്ട്. അതാരാ? അള്ളാന്റെ റസൂല്, സഹാബത്ത്. ഓരെ പിൻപറ്റരുത് എന്ന്. മൊയ്തീമാലയുടെ കാലേ നബി വഫാത്തായിട്ട് 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ ചവറ് സാധനം ഇത് മൊയ്തീമാല ഇത് തുടരേണ്ടത് ഇങ്ങനെയാ. അല്ലെ നല്ല കൈ കേടുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ചെല്ലിയ ഉമ്മയാണ് നമ്മുടെ മാതൃക. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ നബീനെയും സ്വഹാബത്തിനെയും പിൻപറ്റാനല്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ നൂറ്റാണ്ട്. അതൊക്കെ വിട്ട് നോക്കണങ്ങള്. 1, 2, 3, 4, 5, 6, 7, 8, 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള അമ്മാനെ പിൻപറ്റാനാണ് നമ്മളോട് പറയുന്നത്. ഇനി ഞാൻ പറയണ ഒന്ന് ശ്രദ്ധിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശുദ്രമാല ചൊല്ലിയിട്ടുണ്ടോ? മൊയ്തീമാല എന്ന ഈ ശുദ്രമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിട്ടുണ്ടോ? ഉമ്മ ചൊല്ലി. അതുകൊണ്ട് ആ മാതൃക സ്വീകരിക്കണതാ. നബി ചൊല്ലിയിട്ടുണ്ടോ? അല്ല. അതുകൊണ്ടോ പറയണതറിയോ, ഈ മൊയ്തീമാല ചെല്ലാത്ത റസൂൽ നിങ്ങൾ എന്തിനാ അംഗീകരിക്കണത്? മനസ്സിലാക്കിക്കോളെ മോനെ. ആ ക്ലിപ്പ് ഒന്നുകൂടി ഇട്, ഒന്നുകൂടി ചെവി കൂർപ്പിച്ച് കളിക്കി. ആ ക്ലിപ്പ് ഒന്നുകൂടി ഇട്. എനിക്കും നിങ്ങൾക്കും ഒരു ബാപ്പപ്പാരുണ്ട്. അതാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകണമെന്നാണ്, വിശ്വാസികളായ പിതാവിലേക്ക് പോകണമെന്നാണ്, ഈമാനുള്ള തറവാട്ടിലേക്ക് മടങ്ങണമെന്നാണ്. അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം എഴുതി അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടുതൊട്ടിലിന്റെ കയറ് പിടിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
മൊഹിദ്ദീമാല പാടിയ ഉമ്മ, ആ ഉമ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ടു പാട്ടുപാടി കലിമയുടെ വെളിച്ചം തന്ന പ്രഥമ കണ്ണി. ആ ഉമ്മന്റെ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അതെ, അതിന്റെ മുമ്പുള്ള ചില വാപ്പപ്പാരുണ്ട്, അവരിലേക്കല്ല. എത്ര വലിയ അപകടം പിടിച്ച ഒരു പ്രസംഗാണത്. ഇതിന് പകരം പറയാനാണ് നമ്മൾ അങ്ങടി മുകളിലെത്തുന്നത്. പക്ഷേ ശത്രുക്കൾ നമ്മൾ തടഞ്ഞു. ഹുദൈബിയ സന്ധി നമുക്ക് മാതൃകയാണ്. നമ്മൾ ക്ഷമിക്കുക, കിട്ടാവുന്നിടം നമ്മളിത് ചെയ്യുക. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, അപാര സന്തോഷത്തിലാണ് ഞാനിന്ന്. എനിക്ക് ന്യൂമോണിയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരിക അങ്ങോട്ട് ഇതിനു വേണ്ടി. നാളെ പോയാൽ ചിലപ്പോൾ ഞാൻ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഈ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയത് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾ കേൾക്കും. നാളെ ഇതിൻ്റെ ക്ലിപ്പ് പുറം ലോകം പോകും. അതിൻ്റെ 1000 ഇരട്ടി അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. നോക്കിക്കോ നിങ്ങൾ, അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. ഇവൻ എന്താ പറയണത്? മൊഹിദ്ദീൻമാല ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരൊറ്റ സ്വഹാബിയും ഒരൊറ്റ താബിയും. ഇവർ പറയണെന്തറിയോ? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടൻ സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്ന വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൊഹിദ്ദീൻമാല ചെല്ലിയാൽ സ്വർഗം കിട്ടും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇത് ചെല്ലാത്ത അബൂബക്കർ സിദ്ദീഖിൻ്റെ കാര്യം കഷ്ട, ഇത് ചെല്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യം കഷ്ട. എത്ര ഭയാനകരമായ വൃത്തികെട്ടൊരാശയത്തെയാണ് സമസ്ത ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത്. മുന്നേ അടുത്ത ക്ലിപ്പിട്ടെ. പഠിപ്പിച്ചെന്ന ഈ ഒരു റൂട്ട് വിട്ടില്ല. മിനിങ്ങളെ, അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന, അവിടുത്തെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു വ്യൂഹത്തെ ഉണ്ടാക്കാനല്ലേ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഉച്ചൈസ്തരം വായിച്ച് വിളിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം ആകാശത്തോളം ഉയർത്തി അദ്ദേഹത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് സംസ്ഥ ഉണ്ടാക്കിയത്. ഞങ്ങളും അത്രേ പറഞ്ഞുള്ളൂ. അള്ളാഹുലേക്ക് ക്ഷണിക്കാനല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം പറയാനല്ല. പ്രവാചകന്മാർ വന്നതാ, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഖുർആന്റെ 12-ാം അധ്യായം 108. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഉദൂ ഇലാ സബീലി റബ്ബിക, റബ്ബിലേക്ക് ക്ഷണിച്ചു. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും വലാ തുജാദിലു അഹ്ലൽ കിതാബ്. എല്ലാം റബ്ബിലേക്ക്. ഇനി അടുത്ത ക്ലിപ്പ് കേട്ടോളൂ. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത്. അവന് മരിച്ചുപോയ നബിയെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. ഒറ്റ ചോദ്യമേ ഞങ്ങൾക്കുള്ളൂ. ഈ വാചകം ഇതുപോലെ പറഞ്ഞ ഒരു നബിയുടെ പേര്, ഒരു നബി വരിക ഒരു നാട്ടിൽ, ഞാൻ നബി പറയുന്നത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞ ഒരു നബീൻ്റെ പേര്. മരിച്ചവരെ വിളിക്കരുത് എന്ന് പറയാനാണ് അവർ വന്നതെന്ന് തെളിയിക്കാൻ ഞാൻ ആയിരക്കണക്കിനായ തോതാം. നീ ഒരായത്തോട് എന്തൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയുടെ ഭാഗം പ്രത്യേകം ലോകം കറങ്ങണം. അതെന്താ വെല്ലുവിളി? വിശുദ്ധ ഖുർആനിൽ മരിച്ചവരെ വിളിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് പ്രസംഗിക്കുന്ന ഒരു നബിയുടെ പേര്, ഒരൊറ്റ നബിയുടെ പേര്, ഒരൊറ്റ സിദ്ദീഖിന്റെ പേര് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് ഇതിനാണ്. എന്നാ പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടിക്കടുത്താണ് പേരോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്. പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ
അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അദ്ദേഹം സക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിൻ്റെ ക്ലിപ്പ് കേൾക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളുടെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ലോകത്തുള്ള എല്ലാ മഹാന്മാരും ജനങ്ങളെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറാ വനദീറാ വദാഇയൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്കാണ് ക്ഷണിച്ചത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്, ആ അല്ലാഹുവാണല്ലോ ഖാലിഖും മാലിക്കും, അവനാണല്ലോ സട്ടാവ്, അല്ലാഹുവാണല്ലോ ഉടമസ്ഥൻ, അല്ലാഹുവാണല്ലോ. പേരോടിന്റെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? അള്ളാഹുവിലേക്ക് കൽബ് തിരിയുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഒരുപാട് വേദനകളോടെ. ഞാൻ ചോദിച്ചോട്ടെ, മമ്പാട്ടുകാരൻ്റെയും MT ദാരിമിയുടെയും നൗഷാദ് ഹസനിയുടെയും പകരാഹ്സനിയുടെയും ഒക്കെ കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം അള്ളാഹുമായി കൽബടിപ്പിക്കാൻ സമസ്തക്കാരെ പ്രേരിപ്പിക്കുമോ? ഈ ചോദ്യം വളരെ ഗൗരവമാണ്. എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു ഹൃദയം സമസ്തക്കാരുടെ പ്രബോധനം കൊണ്ടുണ്ടാവുമോ? നേരെ മറിച്ച് മുജാഹിദുടെ പ്രബോധനം കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാൻ്റെ അനുഗ്രഹത്താൽ. പേരോടിന് കുറ്റബോധം. കാരണം ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ഖബറിലേക്കാണ്, മരിച്ചവരാരാധിക്കാനാണ് എന്നിവർ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കൽ പേരോടിന് കുറ്റബോധം ഉണ്ടാക്കി. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാർ വന്നത് അള്ളാഹുലേക്ക് ഹൃദയം അടുക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ്. മുജാഹിദുകളും അതിനേ വന്നിട്ടുള്ളൂ. അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. എന്താ അള്ളാഹ് പറയാണ്, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അങ്ങനെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളി. ഈ ആയത്ത് സൂറത്ത് സുമറിലെ 45-ാമത്തെ ആയത്തിൽ പറയാണ്, വഇദാ ദുകിറല്ലാഹു വഹ്ദ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. അല്ലാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ദൈവമായി അംഗീകരിക്കുക, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു കാര്യം മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് വല്ലാത്ത അസഹ്യമായിരുന്നു അവർക്ക് എന്നാണ് ആശയത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം. അതിനെ നേരെ വളച്ച് ഇവിടുത്തെ സമസ്തക്കാർക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കള്ളം മൗലവിയുടെ പറയാൻ. അങ്കടിമുഖറിലെ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം ഞാൻ പറഞ്ഞു. അതിൽ അള്ളാഹിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ ഹൃദയത്തിന് അസഖ്യത ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. ഖുർആൻ പറയാണ്, വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. അള്ളാഹ്ക്ക് പുറമല്ലേ ഔലിയാക്കളെ പറ്റി പറഞ്ഞാലോ തീർച്ചയായും അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഏപ്പിക്ക് ഹാപ്പിയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹ് പറയാ ഏപ്പിക്ക് ഹാപ്പിയാണ്. ഇനി മാത്രം എന്ന് കേട്ടാലോ ഓൾക്ക് ചൊറിയും, ഓൾക്ക് ബേജാറാവും, ഓല് സഹിക്കൂല, അതൊരു സമ്മതിച്ചിരൂല. അത് പരിശോധിച്ച് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മുസാസലായി ശേഷം സംസാരിക്കും ഇൻഷാ അല്ലാഹ്. വളരെ അർത്ഥവത്തായ ഒരു മേഖല MT ദാരിമി പറഞ്ഞൊക്കെ ഒരു മേഖല, അല്ലാത്തതും ചിലത് അദ്ദേഹം കൈകാര്യം ചെയ്യും. ഞാൻ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. മാത്രം എന്ന് കേൾക്കുമ്പോൾ എന്താ APക്ക് വിഷമം, എന്താ EKക്ക് വിഷമം? മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഖുർആനിൽ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകളുടെ പേരിലിറങ്ങി അവർക്ക് വിഷമമുണ്ടായി, നിങ്ങൾക്കും വിഷമമുണ്ടായി. എന്ത് കേട്ടപ്പോൾ? മാത്രം എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ലേ? ഉണ്ടായി. നമുക്കത് പരിശോധിക്കാം. അപ്പം ആഷിൻ നഈമി എഴുതിയ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി, അത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ് ആഷിൻ നഈമി എഴുതിയ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി. പ്രാർത്ഥന ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ.
പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. അപ്പം മാത്രം കേട്ടപ്പോൾ വെറുപ്പാണ് ഉണ്ടായത്, ഇഷ്ടമാണ് ഉണ്ടായത്. ആയത്തിൽ എന്താ പറയണേ? എൻ്റെ വകയല്ല. 39-ാം അധ്യായം 45 പറയണെന്താ? മാത്രം എന്ന് കേൾക്കുമ്പോൾ പൊറുതി മുട്ടുന്ന ആളുകളുണ്ട്. അള്ളാനെ മാത്രമേ വിളിക്കാവൂ, അള്ളാനോടെ നേർച്ച നേടാവൂ, അള്ളാനോടെ കുട്ടികളെ ചോദിക്കാവൂ, അള്ളാനോടെ അഭിവൃദ്ധിക്ക് തേടാവൂ, അള്ള തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് തേടാവൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സമസ്തക്കാർക്ക് സഹിക്കൂല. അതുകൊണ്ടാണ് എന്താക്കി മാത്രം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ഇബ്ലീസാക്കി. നമുക്ക് 2 കാര്യമാണ് ചോദിക്കാനുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദാണെന്നാ. ആ വരിയിലൊരു വലിയ പോയിന്റ് ഉണ്ട്. എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാം. ഒന്നുകൂടെ വായിച്ചേട്ടെ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദാണ്. പിന്നെയോ പ്രാർത്ഥന അള്ളാഹ് അല്ലാത്തവരോടും ആവാം. അതാണ് സത്യസന്ധമായ വാദം. ചിന്തിക്ക്, പഠിക്ക്, ശരിക്കും ആലോചിക്ക്. എത്ര ഭയാനകരമാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, വലിയ ഖാദി കോഴിക്കോട്, അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ, അതില് ഫാത്തിഹ 5-ാമത്തെ വചനം ഇയ്യാക നഅ്ബുദുന്റെ വിശദീകരണം അതിലല്ലാഹു പറയാണ്, അദ്ദേഹം പറയാണ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് വ്യാഖ്യാനക്കുറിപ്പ് നിങ്ങൾ കേട്ടോളിട്ടോ. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാൻ. ഇക്കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല. അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അടുത്ത വാചകം കേട്ടോളി. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ഭാഗമാണ് താനും. എത്ര വ്യക്തമാണല്ലേ? അതെ. എന്നാൽ ഇവരുടെ അവസ്ഥ എന്താ? നമ്മൾ ചോദിക്കാം. തൗഹീദ് സംശയങ്ങളും മറുപടിയും, ഹിദായ പബ്ലിക്കേഷൻ, പാലാഴി, കോഴിക്കോട്. അതിൽ അദ്ദേഹം പറയാൻ, അബ്ദുൽ നാസർ അഹ്സനി, വളവട്ടൂർ, അതിൽ പറയാൻ യാക്കന മുന്നിനെ പറ്റി പറയാൻ. ഈ ആയത്തിനെതിരാണ് ഇസ്തിഗാസ എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. അത് വിഡ്ഢിത്തമാണ്. കാരണം ഒന്ന്, ഇയ്യാക നസ്തഈൻ എന്നത് എന്നാൽ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിന്നോട് മാത്രം എന്നർത്ഥമില്ല. എന്നും നിന്നോട് മാത്രം എന്നർത്ഥം മുഅ്തസിലി ചിന്താഗതിക്കാരായ ആ ആളുകളുടെ ചിന്തയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം മാത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് ചൊറി പിടിക്കുക, പ്രാന്തെടുക്കുക. ഞങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. സമസ്ത എന്താണെന്ന് പഠിപ്പിക്കാൻ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം മുജാഹിദുകൾ ഹിദായത്തിലാണെന്നും സമസ്ത പിഴവിലാണെന്നും പഠിപ്പിക്കാൻ ഈ ആയത്ത് മതി. നിങ്ങളതിനെ കണ്ടത് അങ്ങനെയാ. ഇനി ബാക്കവിയുടെ, അതായത് അംസക്കോയ ബാക്കവിയുടെ ഖുർആൻ വ്യാഖ്യാനം, അതിൽ അദ്ദേഹത്തിന് പ്രാന്തെടുക്കുന്ന ഒരു രംഗമുണ്ട്. അത് വായിച്ച് കേൾപ്പിച്ചു തരാം. നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. മാത്രം എന്നത് ഒഴിവാക്കി. മാത്രത്തോടുള്ള വിരോധം നിങ്ങൾക്കുണ്ടെന്നേ പറഞ്ഞുള്ളൂ. മക്കാ മുശ്രിക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓരോടൊപ്പാണ്. അടുത്ത വാചകം എന്തറിയോ? നിന്നോട് മാത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നു. ചിലർ, മുഹമ്മദ് നബിയാ വാദിച്ചേ. കുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ചോദിക്കില്ല എന്ന് പറയും. ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അപ്പം എന്നാൽ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തരുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല. അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അപ്പം മാത്രം കേട്ട ഭ്രാന്തെടുക്കുന്ന അള്ള പറഞ്ഞു. അള്ളാന്റെ കൂടെ വേറൊരാളെ ചേർത്ത് പറയുമ്പോൾ പിഴച്ചവർക്ക് സന്തോഷാവും. അതുകൊണ്ട് സമസ്ത പിഴച്ചതാകുന്നു, സമസ്ത വഴിവേബിലാകുന്നു, സമസ്ത ക്ഷണിക്കുന്നത് നരകത്തിലേക്കാകുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇനി ഇവിടെ രണ്ടാൾ വന്നു. ഒരാൾ AP സുന്നിയാണ്, ഒരാൾ EK സുന്നിയാണ്.
കഴിഞ്ഞ പൈവളികയിൽ വന്നപ്പോൾ ഞാൻ MT ദാരിമിയോട് എന്ത് പറഞ്ഞിരുന്നു? ദാരിമി ആ സാധനത്തിൻ്റെ കൂടെ വേദി പങ്കെടുക്കാൻ നിങ്ങൾക്കൊരു ലജ്ജയും തോന്നിയില്ലേ? നീ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്. അദ്ദേഹം ഞാനും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് മറുപടി അറിഞ്ഞു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം അത് തുടർന്നു. ഇനി ഈ വിഷയത്തിൽ എന്താണ് മമ്പാട്ടുകാരൻ എന്താണ് പറയുന്നത്? ദാരിമിയെ കുറിച്ച് എന്താ പറയുന്നത്? അവർ തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് നമ്മൾ ശരിക്ക് കേൾക്കേണ്ട ഒരു മേഖലയാണ്. ഒരു മിനിറ്റ് മോനെ. മോനെ, സ്വാഗത പ്രഭാഷണം നമ്മളൊരു ഫയൽ ഉണ്ടാക്കിയിരുന്നു. അതിലെ 8 ഒന്നെടുത്തേ. 1400 വർഷങ്ങളായി ഇന്ന് വരെ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അഖീദയുടെ വിഷയത്തിൽ നമുക്കൊരു സമസ്ത ഭിന്നിക്കുകയോ അല്ലെങ്കിൽ ഒരു സമസ്ത മുശാവറ കൂടേണ്ടയോ ആവശ്യം വന്നിട്ടില്ല. കാരണം അന്നും ഇന്നും ഞങ്ങളുടെ തൗഹീദ് ഒന്നാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ തൗഹീദിൻ്റെ കാര്യത്തിൽ ഒന്നാണ്. അതാണോ അല്ലേ നമുക്ക് വേറെ പരിശോധിക്കാം. ഒരുപക്ഷെ ചിലപ്പം നമ്മുടെ മുസൽസലായി അത് പറയുമായിരിക്കും. ഇവിടെ നിങ്ങൾ മോനെ ആ ക്ലിപ്പിലെ 10-ാമത്തെ 9 ഇപ്പം നമ്മളെടുത്ത 9. അതേ നരകത്തിലേക്ക് സീറ്റൊരുക്കുന്നവരാരാണ്? സുന്നി അഫ്കാർ കക്ഷത്തിലെടുക്കുന്ന യസ്കക്കാരാ. നീ നരകത്തിൽ ഇരിപ്പിടമൊരുക്കിയവനാണ്. ഇരിപ്പിടം നരകത്തിലുള്ളവൻ നിന്റെ ആസ്ഥാനത്താണെന്ന് നിന്റെ പ്രസിദ്ധീകരണം തെളിയിക്കുകയാണ്. ഏത് EK സുന്നി നരകത്തിലാണ്? ആര്? മമ്പാട്ടുകാരൻ. അവൻ നരകത്തിലേക്ക് പോകുന്ന MT ദാരിമിയും സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വലിയ സാധനവും ഒന്നിച്ചിരിക്കുക. ആലോചിക്കുക, ഈ മമ്പാട്ടുകാരൻ ആരാന്ന് ആലോചിക്കുക, കൊണ്ടെടുക്കണമെന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾ രണ്ടുപേരും തുടരുന്ന ഞങ്ങൾക്ക് കയറ്. പക്ഷേ സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു മതിപ്പുണ്ടായിരുന്നു. മമ്പാട്ടുകാരൻ എന്താ പറയണത്? സമസ്ത നരകത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചവരാണ്. അത് ഓനോട് ആര് പറഞ്ഞ്? സമസ്തക്കാരൊക്കെ സ്വർഗത്തിൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് ഓനോട് പറഞ്ഞ്. MT ദാരിമി നരകത്തിലാണ്. ഇനി അവന്റെ ഒരു ക്ലിപ്പൂടെ ആ തുടർച്ചയുടെ 10. എന്നാൽ ഇവിടെ ബർക്കത്തെടുക്കുന്നതിന്റെ സനദാണോ നിങ്ങൾ ഉസ്താദ് പറഞ്ഞതല്ല നിങ്ങൾ തെളിവിട്ടിരിക്കേണ്ടി. കാരണം എന്തുകൊണ്ട് ഇവിടെ ചൂടാകരാ മോലേക്ക് പറഞ്ഞു. ഞാൻ ക്ലിപ്പല്ലല്ലോ ചോദിച്ചത്, കിതാബിന്റെ ഇബാറത്തല്ലേ. ഇനി മൂപ്പര് വെച്ചിനെ പറ്റി കാര്യമാക്കാം. നിങ്ങൾ ബർക്കത്തെടുത്താലും അല്ല ഊതി പറഞ്ഞാലും ഇതാണ് മുഖാമുഖം അല്ലേ? അതാണ് പേരോട് ഉസ്താദ് കോഴിക്കോട്ട് എന്ന് പറഞ്ഞത്. ഇജാതി ജഹാലത്തിന്റെ സംവാദത്തിന് ഞങ്ങളില്ല. വിവരമുണ്ടെങ്കിൽ വരി. വിവരമുള്ളവർ എപ്പോഴും കിട്ടിയില്ല. ഷെയർ മുബാറക് ആവണ്ടേ? ആയതുകൊണ്ടല്ലേ വർക്കത്തെടുത്ത് ഒരാള് വന്നിട്ട് പറയാം, ഈ തരീഖത്ത് റസൂലുള്ളാഹിന്റെയാണ്, തലക്ക് സുഖമില്ലാന്നല്ലാതെ. അതല്ലേ ഞങ്ങൾ അമ്പലക്കടം കൊണ്ടുവന്നപ്പോ സുഖല്ലായി എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുമ്പോ ഞങ്ങൾ കൊണ്ടുവരുമ്പോ സ്വീകരിക്കണം. ഇതെന്താ കുട്ടിക്കളിയാ? അല്ല, ഇത് വർക്കത്തെടുക്കല. അത് വിഷയം പറയാ. ശരിക്കും സത്യം MT ദാരിമിയെ മമ്പാട്ടുകാരൻ പൊളിച്ചടക്കുകയാണ്. എന്നിട്ട് MT ദാരിമിയെ പറ്റി പറയുന്നതറിയോ? അയാള് വക്കം മൗലവിൻ്റെ ആളായി. വക്കം മൗലവിൻ്റെ ആള് കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ക്ലിപ്പ് അതിലുണ്ടാവും, നിങ്ങൾ കേട്ടാൽ മതി. MT ദാരിമി വക്കം മൗലവിയുടെ ആളായിട്ടുണ്ട്. വക്കം മൗലവിയുടെ ആദർശം ഹൃദയത്തിലുള്ള ആളാണ് MT ദാരിമി. എന്നിട്ട് ആ MT ദാരിമിൻ്റെ കൂടെ ഇരിക്കുക. ഓൻ തന്നെ ചോദിക്കാറ് നമ്മളോട്, ഇന്ന് കുടുപ്പുണ്ടോ മുജാഹിദുകളെ? ചോദിക്കുന്ന നിനക്കതുണ്ടോ മോനെ? അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല കേട്ടോ. നിന്റെ മമ്പാട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള ജാം ജൂംന്ന് അത് കിട്ടൂല. അത് സ്വരണ്ട
ഇവിടെയാണ് MT ദാരിമിയെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ദാരിമി നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് ഓല് രണ്ടാളോട് ഇരിക്കുക. വജഅൽനാഹും അയിമ്മത്തൻ യദൂന ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരുണ്ട്. നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരും സ്വർഗത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരും ഒരു സ്റ്റേജിൽ എന്നിട്ട് പറയാണ് ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമില്ല എന്ന്. സ്വാഗതം പറഞ്ഞ കുഞ്ഞിമോനെ, എനിക്ക് പ്രായക്കുറവുണ്ട്, അറിവിൻ്റെ കുറവുണ്ട്, അനുഭവ സമ്പത്തിൻ്റെ കുറവുണ്ട് കുട്ടിയെ. നീയാണ് അവരെക്കാൾ മിടുക്കനായി മാന്യമായി സംസാരിച്ചത്. പക്ഷേ അവസ്ഥ കഷ്ടമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് MT ദാരിമിയുടെ 5ാമത്തെ ക്ലിപ്പ് നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോളിട്ടോ. പറയുന്നത് മാലിപാട്ടൊന്നല്ല, ഖുർആനാണ്. ഏത് ഖുർആൻ? ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. എങ്ങനെ? സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട്, അതായത് ഞാനൊരായത്തോതി, അപ്പോ അതിലുള്ള ഒരു പദത്തിൽ കട്ടികൂട്ടി പറയേണ്ടത് കട്ടികൂട്ടി പറഞ്ഞില്ല. മാഷാ അല്ലാഹ്, അത് തിരുത്തി തന്നതിലുള്ള നന്ദി MTക്ക് ഞാൻ രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ നമ്മൾ അവതരിപ്പിച്ച വിഷയത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തെറ്റിച്ച് കൊണ്ടുപോയിട്ട് പൗരോഹിത്യത്തിന് ഇവരൊക്കെ കിട്ടണം. അതിനുവേണ്ടി എൻ്റെ ആയത്ത് തെറ്റിയിൽ കിടന്ന് അത് പൈവളികയിലുണ്ടായി. അവിടെ ആയത്തോതി അപ്പോഴും തെറ്റി. ഇവിടെ എന്താ അറിയോ, എനിക്ക് ആയത്ത് തെറ്റി, എനിക്ക് ചങ്ങായിമാരെ അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി. അങ്ങനെ അയാൾ തിരുത്തി തന്നു. ഓക്കെ, എനിക്ക് തിരിച്ചിട്ട് ഏത് ഖുർആനിലേക്ക് നിങ്ങൾ വിളിക്കണേന്ന് ചോദിച്ചിട്ട് മുമ്പ് ഓതുന്ന എന്താ? ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന. അങ്ങനെ ഒരായത്ത് ഖുർആനിലില്ല. ഏത് 2ാം ക്ലാസ്സിലെ ചെറിയ കുട്ടികളെ വിളിച്ചു ചോദിച്ചാലും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ 15ാം അധ്യായത്തിൻ്റെ 9ാമത്തെ വചന. അതിൽ മൂപ്പര് ഓതി എങ്ങനെയാ? എന്നിട്ട് മൂപ്പർക്ക് തിരുത്തി കൊടുത്തു. തിരിച്ചിട്ട് അതും അറിഞ്ഞില്ല. തൊട്ട് തായിട്ട് നോക്കിയവനെ ആവർത്തിച്ച് ഒരുപാട് പ്രസംഗങ്ങളിൽ, പല നാടുകളിലുള്ള പ്രസംഗങ്ങളിൽ അപ്പൊ ഖുർആനാണെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഓർമ്മയില്ല. ഇത് ഖുർആനാണോ അല്ലേ? എന്നാ ഒരാള് തിരുത്തി കൊടുക്കണ്ടേ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ സംഭവിക്കാം. സ്ക്രീനിൽ ഇപ്പം കണ്ടോ? തെറ്റുകൾ വരാം, പക്ഷെ അത് അപ്പൊ തന്നെ തിരുത്തി തരാനും പിന്നിൽ ആളുകളുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത്. കണ്ടോളില്ലേ? ആരോ ഒരാൾ വരുന്നുണ്ടോ തിരുത്തേ? സ്ക്രീനിൽ ഇപ്പോൾ ഒരാൾ തിരുത്തുന്നുണ്ടോ? ഉണ്ടോ? ഫുൾ സ്റ്റോപ്പായി, ഫുൾ സ്റ്റോപ്പായി. ഉണ്ട്, അയാൾക്ക് മനസ്സിലായില്ല. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന ഓതിയത് ബേക്കിന്ന് തിരുത്തി കൊടുക്കാൻ വന്നു. അപ്പോഴേ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സതുദ്ദേശപരമായ പ്രസംഗത്തെ, ഖുർആൻ പഠിപ്പിച്ച പ്രസംഗത്തെ ഖണ്ഡിച്ചുകൊണ്ട് ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും മലിനമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയുടെ കൂടെ വേദി പങ്കുവെച്ചിട്ട് എനിക്ക് ആയത്ത് തെറ്റി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ആയത്ത് ഓതുമാറ് അങ്ങ് വഴിതെറ്റിപ്പോയത് ആരുടെ കറാമത്ത് കൊണ്ടാണ് എന്ന് സ്വയം ചിന്തിക്കുക, ഓർക്കുക. ഞാനിതിനെ സ്വാഗതം പറഞ്ഞ കുട്ടിയോടും പറയാം, മോനെ നീ ഇവിടെ പറയണ്ടെങ്കിൽ സമയമല്ല, അത് പിന്നീട് ഒരിക്കലാവാം. നീ പറയണ്ട് അബൂജഹലിനെ ഞാൻ ഹാജി എന്ന് വിളിച്ചു, നീയും പറഞ്ഞിട്ടുണ്ട് ഹാജി എന്ന് വിളിച്ചു. നീ എന്താ പറഞ്ഞേ? അവരുടെ ഹജ്ജ് ആഭാസത്തിൻ്റെ ഹജ്ജായിരുന്നു. അതല്ലേ ഞാൻ തൽബിയത്ത് ഉദ്ധരിച്ചത്? ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു വമാമലക്ക എന്നവർ പറഞ്ഞ ആഭാസത്തിൻ്റെ ഹജ്ജ. അതാണ് നബി തിരുത്തി കൊടുത്തത്. ഒരു തുണി കഴിച്ചിട്ട് ഹജ്ജ് ചെയ്തു. ഒരു വേള നിങ്ങളെക്കാൾ ഉഷാറായിരുന്നു. എന്താ? പാപം ചെയ്ത തുണിയായിട്ട് അങ്ങോട്ട് വരുന്നത്. പല പള്ളി ദർശനം കുടിക്കാണ്ട് നിസ്കരിച്ചാളുണ്ട് എന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ നിങ്ങളാണ് എന്ത് ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് തവാഫ് ചെയ്തു. എന്താ? പാപം ചെയ്യാൻ ഉപയോഗിച്ച ഡ്രസ്സ്, അഥവാ പാപം ചെയ്യുമ്പോൾ ഇട്ട ഡ്രസ്സ് അതുപോലും ഇട്ടാൽ പടച്ചോൻ പുറത്തിരുള്ള ആ വിശ്വസിക്കുമാറ് അവരുടെ മനസ്സ് APKയേക്കാൾ ശുദ്ധമായിരുന്നു എന്നർത്ഥം. ഞാൻ വെറുതെ പറയണല്ല. പക്ഷേ പൂർണ്ണ ഹജ്ജായിരുന്നില്ല. പൂർണ്ണ ഹജ്ജാകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം എന്ന ആശയം സ്വീകരിക്കണം. അള്ളാഹ് കൊടുത്ത കഴിവെന്ന് തേടുക എന്നത്
ഉണ്ടാകാതിരിക്കണം. അപ്പോഴാണ് രക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് ഞാൻ അധികം എടുത്തതിന് സംഘാടകരോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രബോധകനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ വിഷയത്തിൻ്റെ ബാഹുല്യത ഓർത്തുകൊണ്ടാണ് 5 മിനിറ്റ് അധികം എടുത്തത്. സർവശക്തനായ പടച്ച തമ്പുരാൻ, ഞാൻ ഇതിൻ്റെ സംഘാടകർ പറയുകയാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കണ്ട. അവർ ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്കിത് എതിരായി വരും. തീർച്ച നമുക്കിത് ഗുണമായി തീരും. ഏറ്റവും ബെറ്ററാവും. ഷെറ് എന്ന് തോന്നുന്നതിൽ ഹൈറും, ഹൈറ് എന്ന് തോന്നുന്നതിൽ ഷെറുമുണ്ട്. എങ്കിലും ഇതേ ഡേറ്റിൽ ലോക മലയാളികൾ കേൾക്കുമാറ്, ലൈവായിട്ട് വിടാൻ കഴിയുമാറ് ഈ പരിപാടി നടന്നു. റബ്ബിന് സ്തുതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.